ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ സോപാനത്തിൽ നിന്ന് ഒഴുകിയെത്തുന്ന ശംഖനാദവും മണിമുഴക്കവും ഭക്തമനസ്സുകളിൽ ഭക്തിയുടെ അമൃതവർഷം ചൊരിയാണ്. ഇന്ന് ഉദയാസ്തമന പൂജയൊക്കെ ഉണ്ടായ ദിവസമാണ്. ശ്രീലകത്തിൻ്റെ നട തുറന്നപ്പോൾ, ഉച്ചപൂജയ്ക്ക് ശേഷം ശ്രീലകത്തിൻ്റെ നട തുറന്നപ്പോൾ പൊന്നുണ്ണിക്കണ്ണൻ ലോകൈകനാഥനായിട്ട് എല്ലാ ഭക്തന് മുന്നിൽ വെറും ഒരു കുസൃതി കൊടുക്കയായിട്ട് ദാമോദര ഭാവത്തിലാണ് അലങ്കാരം ഉണ്ടായിരുന്നത്. ആ തിരുമുഖത്തെ പ്രഭ ശ്രീലകമാകെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്നത്തെ അലങ്കാരത്തിൻ്റെ ഏറ്റവും സവിശേഷമായ ആത്മീയ വശം എന്ന് പറയുന്നത് ആ ദാമോദര ഭാവം തന്നെയാണ്. അരയിൽ ഒരു കുഞ്ഞു ചുവന്ന കയറ് കെട്ടിയിട്ടുണ്ട്. ആ കയറിൻ്റെ ഒരറ്റം ഇടതുഭാഗത്തുള്ള ഉരലിൽ ബന്ധിച്ചിട്ടുണ്ട്. യശോദമ്മ സ്നേഹപൂർവ്വം ഉരലിൽ കെട്ടിയിട്ട ആ ഉണ്ണിക്കണ്ണൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ നയിക്കുന്നവനാണ് എങ്കിലും ഭക്തൻ്റെ സ്നേഹത്തിനു മുന്നിൽ താൻ ബന്ധിതനാണ് എന്ന് ഈ രൂപത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ആ കുഞ്ഞിക്കാലുകൾ നോക്കി നോക്കൂ. അതിമനോഹരായ വീതിയുള്ള സ്വർണ്ണത്തളകൾ ചാർത്തിയിട്ടുണ്ട്. ഓരോ ചുവടിലും കിലുങ്ങുന്ന ആ തളകൾ ഭക്തരുടെ ഹൃദയ താളം തന്നെയാണ് എന്നാണ്. കുമ്പയിലെ മുട്ടി നിൽക്കുന്ന സ്വർണ്ണ കിങ്ങിണികളും അതിനു മുകളിലായിട്ട് ഇങ്ങനെ ഞാന്ന് കിടക്കുന്ന സ്വർണ്ണ പട്ടുകളും ദീപപ്രഭയിൽ ഇങ്ങനെ മിന്നി തിളങ്ങുന്നുണ്ട്. വീതിയുള്ള കൈവളകളും തോൾവളകളും ഭഗവാൻ ചാർത്തിയിട്ടുണ്ട്. വലത് കൈയിൽ പ്രപഞ്ച സംഗീതം പൊഴിക്കുന്ന ആ ഓടക്കുഴല് ഭഗവാൻ പിടിച്ചിട്ടുണ്ട്. ഭഗവാന്റെ തിരുമാറിൽ ചാർത്തിയിരിക്കുന്ന മാലകൾ ഇങ്ങനെ ആ സുഗന്ധം, ആ ഒരു വശ്യമായ സുഗന്ധം ഇങ്ങനെ പരത്തണുണ്ട് ശ്രീലകത്ത് മൊത്തം. കഴുത്തിനോട് ചേർന്ന് സ്വർണ്ണപ്രഭയിലെ മുല്ലമൊട്ടുമാലയും കാശിമാലയുണ്ട്. പിന്നെ പൂക്കൾ കൊണ്ട് തുളസിപ്പൂവും തെച്ചിയും കോർത്തിട്ട് 2 തിരുമുടിമാലകൾ കിരീടത്തിന് താഴെയായിട്ട് ചാർത്തിയിട്ടുണ്ട്. തെച്ചിപ്പൂക്കളും താമരയും തുളസിയും ഇങ്ങനെ ഇടകലർന്ന തടിച്ചുരുണ്ട വനമാലകളായിട്ട് കഴുത്തിലിങ്ങനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ 5-6ഓളം ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. കണ്ണൻ ഇങ്ങനെ പൂക്കളുടെ ഇടയിൽ നടക്കണ പൂമ്പാറ്റേനെ പോലെ ആ ദാമോദര ഭാവത്തിൽ കുസൃതി കൊടുക്കുകയായിട്ട്, എന്നിട്ടും ബന്ധിക്കപ്പെട്ടിട്ടും പൊന്നോടക്കുഴൽ വിളിക്കുന്ന പൊന്നുണ്ണിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഭക്തന്റെ പ്രാർത്ഥന. ഉരലിൽ കെട്ടിയ ദാമോദരൻ കേവലം ഒരു ചിത്രമൊന്നുമല്ല, അത് അഹങ്കാരത്തെ, അതായത് ഉരലിനെ അഹങ്കാരമായിട്ട് നമുക്ക് കണക്കാക്കാം. അത് ഭക്തിയുടെ കയർ കൊണ്ട് ബന്ധിച്ചിട്ട് ഭഗവാൻ നമ്മുടെ മനസ്സിൽ കുടിയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ആ സത്യത്തിനെയാണ് ദാമോദര ഭാവം കാണിക്കുന്നത്. ആ മന്ദഹാസവും സ്വർണഗോപിയും ഒക്കെ ഇങ്ങനെ കാണുന്നതുണ്ടല്ലോ, അത് ജന്മസാഫല്യം തന്നെയാണ്. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ആ തൃപ്പാദങ്ങളിൽ വീണ് നമസ്കരിക്കാം. കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. ആ വിശ്വാസം എപ്പോഴും ഉണ്ടാവണം. കാരണം കണ്ണൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അനുഭവമാണ്. ഹൃദയപൂർവ്വം നമുക്ക് നാമജപത്തിൽ മുഴുകാം. എല്ലാവർക്കും ഒരുമിച്ച് നാമം ജപിക്കാം. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.